ഏറ്റവും നല്ല സന്തോഷ വാർത്ത പറഞ്ഞു എന്റെ മനസ്സ് നിറച്ചു മോനെ. നല്ലതല്ലേ അച്ഛനമ്മമാരാകുന്നതിന് മുമ്പ് ഒരു തവണ കൂടി വിവാഹിതരാകുന്നത്? സന്തോഷം സന്തോഷം. സമ്മതിച്ചേ പറ്റൂ. ആർവിയെ നിന്നെപ്പോലെ മറ്റാർക്കും മനസ്സിലാക്കാൻ പറ്റില്ല. നിനക്കറിയായിരുന്നു ആർവി ഋതികയോടൊപ്പം മൂവ് ഓൺ ചെയ്യാനായിട്ട് എന്ത് ചെയ്യണമെന്ന്. ആൻസി, റിസൾട്ട് നിന്റെ മുന്നിൽ തന്നെയുണ്ട്. ഇല്ല ശേഖർ, ഞാനതിനൊന്ന് തന്നെ. കമോൺ ശിവാനി, നീ ഋതികയെ എത്രമാത്രം സഹായിച്ചുവെന്ന് നിനക്കിപ്പോൾ മനസ്സിലാവില്ല. കണ്ടില്ല എൻ്റെ ഫ്രണ്ടിനെ എത്ര സന്തോഷത്തിലാന്ന് നോക്കി. ആ പിന്നെ നീ അനുഗ്രഹം വാങ്ങാത്തതായി ഇനി ഈ ലോകത്ത് വേറെ ആരെങ്കിലും ബാക്കിയുണ്ടോ? അറിയോ, നിന്നെ എൻ്റെ ലൈഫ് പാർട്ണറാക്കിയപ്പോൾ എനിക്ക് ഇന്നൊരു കാര്യം മനസ്സിലായി. എൻ്റെ തീരുമാനം ശരിയായിരുന്നു. പിന്നെ കോർട്ടിലും എൻ്റെ റിയൽ ലൈഫിലും ഞാൻ എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റാറില്ല. നീ ഇപ്പോൾ കല്യാണത്തിന് സമ്മതിച്ചില്ലേ? ഒരുപാട് കാര്യങ്ങൾക്ക് അത് കാരണം മാറ്റം വന്നത്. താങ്ക്സ് ഫോർ എവറിതിങ്. ഇത്രയും സന്തോഷത്തിന് പകരമായി ഐ പ്രോമിസ് എന്നോടുള്ള ജീവിതത്തിൽ ഞാൻ സന്തോഷമായിരിക്കും നിനക്ക് തരിക. ശേഖർ എന്നോടൊപ്പം അവൻ്റെ ജീവിതവും സന്തോഷവും പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ എനിക്ക് എൻ്റെ ഒരു ഫീലിങ്സും അവനുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. എന്റെ സന്തോഷത്തിന് അതിരില്ല. എന്റെ 2 കുട്ടികളും ലൈഫിൽ സെറ്റിലാകുന്നു. മാത്രമല്ല ശേഖറിന്റെ ഫ്രണ്ട്സായ ഋതികയും രാജീവും അന്ന് തന്നെ കല്യാണം കഴിക്കുന്നു. അതേ കാഞ്ചന ചേച്ചി, എല്ലാ സന്തോഷവും ഒരുമിച്ച് തന്നെ വന്നു. എന്തായാലും കല്യാണത്തിന് മുമ്പ് ഇവർക്ക് എല്ലാവർക്കും ദൃഷ്ടി ഒഴിയുന്നത് നല്ലതായിരിക്കും. വാ മോളെ വാ. എൻ്റെ കൂടെ വാ. കൺഗ്രാജുലേഷൻസ് സാർ. ഐ ആം റിയലി ഹാപ്പി. ഫൈനലി എൻ്റെ ഫ്രണ്ട് ഋതികയെ നീ കല്യാണം കഴിക്കുന്നല്ലോ. ഇതിലെ ഏറ്റവും വലിയ കാര്യം നമ്മൾ രണ്ടുപേരും കല്യാണം കഴിക്കുന്നത് നമ്മളെ സ്നേഹിക്കുന്നവരെ തന്നെയാണ്. ഇനി വഴക്കുകൂടി വെറുതെ ടൈം വേസ്റ്റ് ആക്കണ്ട. നമ്മൾ കല്യാണം കഴിച്ച് അവരവരുടെ ലൈഫ് നമുക്ക് എൻജോയ് ചെയ്യാം. റൈറ്റ്? ഈ കല്യാണം നിനക്ക് എന്തായാലും ഒരു മാറ്റം തന്നെയായിരിക്കും. ഇനി റെസ്പോൺസിബിലിറ്റീസ് നിന്നെ നിയന്ത്രിക്കും. പിന്നെ നമ്മുടെ സൗഹൃദത്തിനും ഒരു മാറ്റം ഉണ്ടാവില്ല. ഞാൻ എൻ്റെ അതിൽ ഒരിക്കലും ലംഘിക്കില്ല. പക്ഷെ നീ നിന്റെ അതിൽ ലംഘിച്ചിരിക്കുകയാണ്. ഇനി എന്ത് സംഭവിക്കുക എന്ന തരത്തിൽ നീ ഒരുപാട് മുൻപോട്ട് പോയിരിക്കുന്നു ശേഖർ. ബട്ട് ഡോണ്ട് വറി, നിനക്ക് ഒരു കുഴപ്പം വരാൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല. എടി മോളെ, നീ ഇന്നും രാജീവിന് ഒരു കുഴപ്പവും വരാൻ ആഗ്രഹിക്കുന്നില്ല അല്ലേ? രാജീവ് ഋതികയോടൊപ്പം സന്തോഷമായിരിക്കാൻ വേണ്ടി മാത്രമാണ് നീ ശേഖറുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിച്ചത് അല്ലേ? എന്റെ മഹാദേവ ശിവാനി, നിന്റെ ത്യാഗം എനിക്ക് മനസ്സിലാകും ശിവാനി. കാരണം ഞാൻ ഹരീഷിന്റെ അമ്മയാണ്. ഹരീഷിന്റെ സംസ്കാരം പൂർണ്ണമായി നിനക്ക് മാത്രമേ ഉള്ളൂ. സ്വന്തം ജീവിതം കത്തിച്ചിട്ട് മറ്റുള്ളവരുടെ ജീവിതത്തിന് വെളിച്ചം നൽകുന്നവർ അല്ലേ? ഞാൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. ശേഖർ എന്നെ സ്നേഹിക്കുന്നുണ്ട്, എന്നാൽ ഞാൻ അവനെ സ്നേഹിക്കുന്നില്ല. ഈ കാര്യം അവനറിയാം. അതുകൊണ്ട് ഞാൻ അവനോട് പറഞ്ഞിരുന്നു, കല്യാണത്തിന് താല്പര്യമില്ലെങ്കിൽ ഒഴിഞ്ഞു പോയിക്കോളാം. കുറ്റബോധത്തോടെയുള്ള ഒരു ജീവിതം എനിക്കിനിയാവില്ല. വിശ്വാസത്തോടെ മാത്രമേ
എനിക്ക് ഈ ബന്ധം നിലനിർത്താനാവും. അവൻ എന്നെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടോ അത്രത്തോളം വിശ്വസ്തതയും ഉണ്ടായിരിക്കണം. പക്ഷേ നീ അവനോട് കൂടെ സന്തോഷത്തോടെ ഇരിക്കില്ലേ? അതെനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം മാത്രം എനിക്കറിയാം. ഞാൻ കാരണം നിങ്ങൾക്ക് ആർക്കും ഒരിക്കലും തലകുനിക്കേണ്ടി വരില്ല. നീ കാരണം എന്റെ തല ഒരിക്കലും കുനിയില്ല. പകരം അഭിമാനത്താൽ അത് ഉയർന്നു തന്നെ നിൽക്കും. ഞാൻ ലോകത്തോട് പറയും, ഈ ശിവാനി എന്റെ ചെറുമകളാണെന്ന്. മനസ്സിലായോ? ആക്ച്വലി ഐ വോണ്ട് മച്ച് ബെറ്റർ ദാൻ പെർഫെക്റ്റ്. ഇതിനു മുൻപ് ഒരിക്കലും ഉണ്ടാവാത്തത്. നിങ്ങളോട് എല്ലാവരോടും ഞാനത് പറഞ്ഞു കഴിഞ്ഞതാണ്. പക്ഷെ എന്നാലും നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ അവളോട് ചോദിച്ചാൽ മതി. ഓ, ലെറ്റ് മീ മേക്ക് മീറ്റ് ഹർ. 1 second. ഋതിക, കം ഹിയർ. ഷീ ഈസ് ഋതിക, മൈ ബ്യൂട്ടിഫുൾ വൈഫ്. ഓക്കെ, ഞാൻ നിങ്ങളുടെ കൺഫ്യൂഷൻ ഉറപ്പായിട്ട് മാറ്റിത്തരാം. ഞാനിവളെ രണ്ടാമത് വിവാഹം കഴിക്കാൻ പോവാണ്. അപ്പോൾ എല്ലാം ഇവളുടെ ഇഷ്ടം അനുസരിച്ചായിരിക്കണം. ഇനി ഇവൾക്ക് ഇഷ്ടമില്ലാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് വേണ്ട. ഈസ് ദാറ്റ് ക്ലിയർ? എന്തോ ഋതിക, നീ എന്തിനാ ഇത്ര കൺഫ്യൂസ് ആയിരിക്കുന്നത്? നോക്കൂ, ഇതാണ് മിസ്റ്റർ ആമിർ, ദ ബെസ്റ്റ് വെഡിങ് പ്ലാനർ ഇൻ ടൗൺ. ഇത് സമീർ, ഡിസൈനറാണ്. ആൻഡ് ഷീ ഈസ് നാൻസി, യുവർ മേക്കപ്പ് ആർട്ടിസ്റ്റ്. ഋതിക, ഞാൻ നിനക്കൊരു ഗ്രാൻഡ് വെഡിങ് തരാൻ ആഗ്രഹിക്കുന്നത്. കമോൺ ഋതിക, ഇനി നിനക്ക് എന്ത് വേണമെങ്കിലും ഇവരോട് പറഞ്ഞാൽ മതി. നീ നോക്കേണ്ടത്. ഓക്കെ? എന്റെ വല്യേച്ചി, കണ്ടോ നിങ്ങള്? ഇപ്പൊ നിങ്ങക്ക് സന്തോഷായില്ലേ? ഇല്ല ലക്ഷ്മി, അയ്യോ, എനിക്കങ്ങനെ പെട്ടെന്ന് വിശ്വസിക്കാൻ കഴിയില്ല. കല്യാണം കഴിയുന്നതുവരെ സന്തോഷിക്കാനേ കഴിയില്ല. അതുവരെ എൻ്റെ മനസ്സിന് സമാധാനവും കിട്ടില്ല. കണ്ടില്ല നീ ആ ശിവാനിയെ? ഇപ്പോഴും എൻ്റെ മകന് ചുറ്റും ഇങ്ങനെ കറങ്ങി നടക്കുന്നത്. എനിക്കറിയാം ആരുടെ ഋതികയെ ഒരിക്കലും വേദനിപ്പിക്കില്ലെന്ന്. പക്ഷെ എൻ്റെ ശിവാനിയെ വളരെ നന്നായിട്ടറിയാം. 9-ാം വയസ്സ് മുതൽ എൻ്റെ മകന്റെ ജീവിതം താറുമാറാക്കിയത് അവൾ. അവളുടെ മനസ്സിൽ നിന്ന് ഇതുവരെയും അവൻ മാഞ്ഞു പോയിട്ടില്ല. എടി പാറു, നീ എങ്ങോട്ട് പോവാ? ഇങ്ങോട്ട് വന്ന്. നീ എങ്ങോട്ടടി പോകുന്ന? ഓഫീസ്. കുറച്ച് നാളത്തേക്ക് നോ ഓഫീസ്. നിന്റെ ഈ ചേച്ചിയുടെ വെഡിങ് പ്ലാനിങ്ങിൽ നീ ഹെൽപ്പ് ചെയ്തേ പറ്റൂ. കേട്ടല്ലോ? ഓക്കെ. അതെ, നീ ഇങ്ങോട്ടേക്ക് പോന്നെ? എല്ലാവരും ഇവിടെ ഇരുന്നാലേ ജോലിയൊക്കെ ആരാ ചെയ്യാൻ പോകുന്നത്? മൈ ഡിയർ ഋതിക, യുവർ ഹസ്ബൻഡ് ഈസ് എ മണി മാൻ. പൈസ വേണമെങ്കിൽ ജോലി ചെയ്തല്ലേ പറ്റുമോളെ. ശരി, എനിക്ക് ഉടനെ പോകണം. പോയിട്ട് വരാം. ഓക്കെ? അതെ, നിന്റെ ലഞ്ച് അതൊക്കെ പുറത്തുനിന്ന് കഴിച്ചോളാം. അല്ലെങ്കിൽ നീ അതെന്റെ ന്യൂ ഓഫീസിലേക്ക് കൊടുത്തുവിട്. ന്യൂ ഓഫീസ്? ആ മോനെ, താങ്ക് യു. മുത്തശ്ശി, എനിക്ക് ശിവാനിയുടെ ഇഷ്ടങ്ങളെക്കുറിച്ചൊന്ന് അറിയണമെന്നുണ്ടായിരുന്നു. ഐ വാണ്ട് ടു മേക്ക് ദിസ് മാരേജ് റിയലി സ്പെഷ്യൽ ഫോർ ഹർ. ശിവാനി കല്യാണത്തിൽ എത്രമാത്രം എക്സൈറ്റഡ് ആണെന്ന് എനിക്കറിയില്ല. പക്ഷെ അവളുടെ ലൈഫിലെ എല്ലാ സ്വപ്നങ്ങളും സാധിച്ചു കൊടുക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞങ്ങളുടെ കല്യാണം അവളുടെ ലൈഫിലെ ഏറ്റവും വലിയ മെമ്മറബിൾ ഡേ ആക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനുശേഷം അവളുടെ ലൈഫിലെ പഴയ കാര്യങ്ങളൊന്നും അവൾ ഓർക്കാനേ പാടില്ല മുത്തശ്ശി. ലോയേഴ്സ് എല്ലാം മോശക്കാരാണെന്ന് ആൾക്കാരുടെ വിചാരം. കാരണം അവർ മറ്റുള്ളവരുടെ വേദന കാണാറില്ല. ഞങ്ങളുടെ പ്രൊഫഷനിൽ മറ്റുള്ളവരുടെയും ഞങ്ങളുടെ ഇമോഷൻസ് ഇഗ്നോർ ചെയ്യേണ്ടി വരുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ശിവാനി എൻ്റെ ലൈഫിൽ വന്നതിന് ശേഷം വാക്കുകളേക്കാൾ കൂടുതൽ ഫീലിങ്സിനാണ് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ആദ്യമൊക്കെ ഞാൻ പ്രാക്ടിക്കലായിരുന്നു, ഇപ്പോൾ സെൻസിറ്റീവ് ആയിരുന്നു. ആദ്യം ബുദ്ധിയായിരുന്നു വലുത്, ഇപ്പോൾ അത് ഹൃദയത്തിലാണ്. എല്ലാം നല്ലതിനോട് എനിക്ക് ഇഷ്ടം തോന്നി തുടങ്ങി. ഇതിലേറ്റവും വലിയ കാര്യം, ഒരു പെൺകുട്ടിയെ ഞാൻ ഇത്രത്തോളം ഇഷ്ടപ്പെടുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചതല്ല. പക്ഷെ ശിവാനി അതെല്ലാം തെറ്റിച്ചു കളഞ്ഞു.
എൻ്റെ ഉള്ളിലെ സ്നേഹത്തെ അവൾ എനിക്ക് കാട്ടിത്തരുവാ ചെയ്തത്. മോനെ, പ്ലീസ് ഞാനൊന്ന് പറഞ്ഞോട്ടെ. മുത്തശ്ശിയോട് അല്ലെങ്കിൽ ഞാൻ ആരോടാ പറയുക? ശിവാനി എനിക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്തു. ഇനി ഞാൻ അവൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യേണ്ടത്. അവളുടെ എല്ലാ സന്തോഷങ്ങളും ആഗ്രഹങ്ങളും എനിക്ക് പൂർത്തിയാക്കണം. അവളുടെ സന്തോഷമായിരിക്കണം ഇനി എൻ്റെ ലക്ഷ്യവും. അതുകൊണ്ട് മുത്തശ്ശി, പ്ലീസ് എന്നോടൊന്ന് പറയൂ. അവളുടെ ഇഷ്ടങ്ങളും പിന്നെ മുത്തശ്ശി, ഞാനിപ്പോൾ വരാം. അയ്യോ മഹാദേവാ. ഹലോ, എന്തു പറ്റി? ഇല്ലില്ല, ഞാൻ ഒന്നുകൂടെ വിളിക്കാം. പക്ഷെ എത്ര സമയമാകും? എടാ, എത്ര നേരമായി നീ ഫോൺ ചെയ്യുന്നു? അമ്മ, ചെറിയ ഒരു കാര്യമുണ്ട്. നിനക്കറിയാമോ? പറയാം. ആ ശേഖരന് നമ്മുടെ ശിവാനിയുടെ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കണമെന്നാണ് ആഗ്രഹം. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടതല്ലേ? അമ്മ ഇവിടെ നിന്നോളൂ. ആ സാരിക്കാരനെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്. പിന്നെ ഒരു അർജന്റ് ജോലിയുണ്ട്. ഞാൻ എടാ, നീ എങ്ങോട്ടാ? നിതീഷ്! ഓ മഹാദേവാ. എൻ്റെ ഓഫീസിൽ പെട്ടെന്ന് വന്നതിന്റെ കാരണം ഞാൻ അറിയണ്ടേ? ജോലിക്കാര്യങ്ങൾ ജോലി സ്ഥലത്ത് വെച്ച് തന്നെയല്ലേ പറയേണ്ടത്. പക്ഷെ നീ നിന്റെ ലവ് ലൈഫുമായിട്ട് ബിസി ആയത് കാരണം നീ ഒരു കാര്യം മറന്നുപോയി. അതായത് നിന്റെ പ്രൊഫഷണൽ ലൈഫിൽ എന്തൊക്കെയാ സംഭവിക്കുന്നതെന്ന്. സ്ട്രെയിറ്റ് ആയിട്ട് പറയാമെങ്കിൽ എനിക്ക് ടൈമുണ്ട്. അല്ലാതെ നേരെ തന്നെയാ പറഞ്ഞത്. പക്ഷെ നിനക്കത് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് ഇനി ഉറപ്പായിട്ടും വളച്ചുകെട്ടി കാര്യങ്ങൾ പറയാൻ ഞാൻ ശ്രമിക്കാം. നിന്റെ വീട്ടിലെ ഗണേശ പൂജയെക്കുറിച്ച് നിനക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ? നിനക്കൊരു ഫോൺ വന്നായിരുന്നു. വാട്ട്? അതെങ്ങനെ സംഭവിക്കും? ഞാനപ്പോൾ ഓഫീസിലുണ്ടായിരുന്നല്ലോ. എന്തുപറ്റി? എല്ലാം ഓക്കെ അല്ലേ? ഞാനൊരു ഫാമിലി പാർട്ട്ണറാണ്. അതിൽ ലോസ് ഉണ്ടായി. എങ്ങനെ സംഭവിച്ചെന്നറിയില്ല. അക്കാര്യം നിനക്ക് ഓർമ്മയുണ്ടെങ്കിൽ പിന്നെ നീ ഇതും ഓർക്കേണ്ടി വരും. ഫ്രണ്ട്ഷിപ്പിന്റെ ആദ്യ നിയമം എന്താണെന്ന്. ഞാൻ നിന്റെ കമ്പനിയുടെ ഷെയറുകൾ വാങ്ങിയിട്ടുണ്ട്. വാട്ട്? ഇന്നു മുതൽ ഞാനും ഈ കമ്പനിയിലെ പാർട്ട്ണർ ആയിരിക്കും. ഈ ഓഫീസ് നിനക്ക് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇനി എനിക്കും. ഈ ഔദാര്യത്തിന്റെ കാരണം അറിയാൻ പറ്റുമോ എനിക്ക്? അത് തന്നെ ഫ്രണ്ട്ഷിപ്പിന്റെ ആദ്യ നിയമം. സ്വന്തം കാര്യത്തിന് മുന്നേ സുഹൃത്തിന്റെ നന്മ ആലോചിക്കണം. പിന്നെ നിനക്കൊരു പ്രോബ്ലം വന്നു കഴിഞ്ഞാ ഞാൻ എങ്ങനെ കണ്ടു നിൽക്കുന്നത്? നോക്ക് ആർവി, നിന്റെ മനസ്സിൽ എന്തൊക്കെയാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്ക് എന്റെ ഷെയർ തിരിച്ചു കിട്ടിയേ പറ്റൂ. ഒരു ബിസിനസ്സിൽ ലോസ് ഉണ്ടായെന്ന് വെച്ച് അതിന്റെ അർത്ഥം ഇതല്ല എന്റെ കയ്യിൽ പൈസ ഇല്ലാന്ന്. ഓക്കെ, വാങ്ങിച്ചോ. നീ എത്ര ക്യാഷ് തരും എനിക്ക്? നിനക്ക് എത്ര വേണോ അത്. നീ എത്രയ്ക്ക് വാങ്ങിയോ അതിന്റെ ഇരട്ടി പറഞ്ഞാലും ഞാൻ തരാൻ ഓക്കെയാണ്. പക്ഷെ എനിക്ക് എന്റെ ഷെയർ തിരിച്ചു തന്നേ പറ്റൂ. സൗണ്ട്സ് ഗുഡ്. എന്താ ഇത്? ഞാനിതിൽ എമൗണ്ട് എഴുതാനല്ലേ പറഞ്ഞത്? എഴുതിയിട്ടുണ്ടല്ലോ. എന്റെ ഫ്രണ്ടിന്റെ സന്തോഷം അതെനിക്ക് തിരിച്ചു താ വേഗം. സുഹൃത്തിന്റെ സന്തോഷമാണ് നീ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ കല്യാണം നടക്കണം. നീ എന്റെ ഷെയർ തിരിച്ചു തന്നേക്ക് ആർവി. പിന്നെ പാർട്ണർഷിപ്പിന്റെ കാര്യമുണ്ടല്ലോ, അത് നീ ഇവിടെ മറന്നേക്ക്. നീ ഒരു വൃത്തികെട്ട സുഹൃത്താണല്ലോടാ. സുഹൃത്ത് മോശക്കാരനാണെങ്കിൽ സൗഹൃദവും ഉപേക്ഷിക്കണം. അതാ അതിന്റെ ഒരു ശരി. പിന്നെ വലിയ മോശപ്പെട്ട ആൾക്കാർ ഇങ്ങനെയുള്ളവരാണ്. അതായത് ഫ്രണ്ട്ഷിപ്പിന്റെ മോശം വശം മനസ്സിലാക്കിയിട്ടും ആ സൗഹൃദം ഒഴിവാക്കാത്തവര്. ഐ നോ നിനക്ക് ദേഷ്യം വരുന്നുണ്ടെന്ന്. പക്ഷെ എന്റെ ഈ തീരുമാനം പിന്നീട് നിനക്ക് സന്തോഷമായിട്ട് മാറും.
ആർവി, നീ എന്റെ ഷെയർ തിരിച്ചു തരുന്നുണ്ടോ ഇല്ലയോ? ഒരിക്കലുമില്ല. അപ്പോ എന്റെ കല്യാണത്തിന് നിനക്ക് സന്തോഷമില്ല അല്ലേ? സത്യം പറയണോ ഞാൻ? ആ, എനിക്ക് സന്തോഷമേ ഇല്ല. ശിവാനിയുമായി ബന്ധപ്പെട്ട് നീ എന്ത് കാര്യം ചോദിച്ചാലും ശരി, ഞാൻ സത്യം മാത്രമേ പറയൂ. അതുകൊണ്ട് ചോദിക്കും മുൻപ് സത്യം കേൾക്കാനുള്ള ധൈര്യം ഉണ്ടായിരിക്കണം നിനക്ക്. ആ, എനിക്ക് കുറച്ചൊക്കെ അസൂയ ഉണ്ടായിരുന്നു നിന്നോട്. ആൻഡ് ഓഫ് കോഴ്സ് ഞാൻ അവളെ സ്നേഹിച്ചിരുന്നു, അതുകൊണ്ടാ. പിന്നെ കുറച്ച് വേദനയുണ്ടായി. ആൻഡ് ട്രസ്റ്റ് മീ, ഞാനിതെല്ലാം നിനക്ക് വേണ്ടി ചെയ്യുന്നത്. എന്റെ ജീവിതം നശിപ്പിച്ച പോലെ അവള് മറ്റൊരാളുടെ ജീവിതം നശിപ്പിക്കാൻ പാടില്ല. വളരെ ചെറുതാണെങ്കിലും ഒരു പാമ്പിന്റെ കടി ഏറ്റവനാ ഞാൻ. നിനക്കും ആ പാമ്പിന്റെ കടി കിട്ടാൻ പാടില്ല. അന്ന് ആ വിഷം ഞാൻ എങ്ങനെയൊക്കെയോ ഇല്ലാതാക്കി. ഇനി നിനക്കും ആ വിഷം ഏൽക്കുന്നത് എനിക്ക് സഹിക്കാനാവില്ല. നീ എന്നെ ഒരു സുഹൃത്തായി കാണുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു ബിസിനസ് പാർട്ട്ണറായിട്ട് നിനക്ക് എന്നെ അംഗീകരിച്ച് മതിയാവും. സോ ബേസിക്കലി now you are stuck with me. I can't believe this. എന്തിനാ നീ വീണ്ടും ഞങ്ങൾക്കിടയിലേക്ക് വരുന്നത്? ഞാൻ ശിവാനി സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്കറിയില്ല. I know നീ അവളെ സ്നേഹിക്കുന്നുണ്ടെന്ന്. But the question is, അവൾ നിന്നെ തിരിച്ച് സ്നേഹിക്കുന്നുണ്ടെന്നാണ്. അതൊരിക്കലും പറയാൻ കഴിയില്ല. ഇത് നീ കോൺഫിഡൻസ് കൊണ്ടൊന്നുമല്ല, ഡിപ്രഷൻ കൊണ്ടാണ് പറയുന്നത്. ഒരുപാട് വേദന ഉണ്ടാകുമല്ലേ അവൾ നിന്നെ കളഞ്ഞിട്ട് എൻ്റെ അടുത്തേക്ക് വന്നതിന്? അതുകൊണ്ട് നിന്നെ ആ വേദനയിൽ നിന്ന് രക്ഷിക്കാൻ ഞാൻ ശ്രമിക്കുന്നത്. നിന്റെ കമ്പനിയിൽ പാർട്ട്ണറായി നിന്നുകൊണ്ട് നിന്നെ ഞാൻ ഉറപ്പായും ശ്രദ്ധിച്ചിരിക്കും. എനിക്ക് എൻ്റെ സുഹൃത്തിനെ ശത്രുവിന്റെ കയ്യിൽ നിന്ന് ഉറപ്പായിട്ടും രക്ഷിക്കണം. ഇനി എല്ലാ ദിവസവും അല്ല, ഓരോ മിനിറ്റും എൻ്റെ കണ്ണ് നിന്റെ മേലുണ്ടാവും. ഇനി നിനക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ശരി, ഈ സൗഹൃദം എപ്പോഴും ഇങ്ങനെ തന്നെ ഉണ്ടായിരിക്കും. നീ വന്നത് എന്തായാലും നന്നായി, അല്ലെങ്കിൽ എനിക്ക് നിന്റെ അടുത്തേക്ക് വരേണ്ടി വന്നേനെ. അത് സാരമില്ലമ്മേ, നിങ്ങൾ ഞങ്ങളുടെ പഴയ കസ്റ്റമർ അല്ലേ, ഇത്രയെങ്കിലും ഞങ്ങൾ ചെയ്യണ്ടേ? ഓ, ബില്ലാണോ? ഓ മഹാദേവ, 14,000. അപ്പൊ നീ ഡിസ്കൗണ്ട് ഇട്ടിട്ടല്ലേ ബില്ലുണ്ടാക്കിയത്? അമ്മ, ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടുള്ള ബില്ലായിട്ട്. ഓ അതെയോ, അത് ശരി. സാരമില്ല. നോക്ക് മോനെ, എന്റെ കയ്യിൽ 9,800 രൂപയുണ്ട്. ഇത് വെച്ച് ബാക്കി ഞാൻ അങ്ങോട്ട് എത്തിക്കാം. ഇല്ലമ്മേ, മുഴുവൻ പൈസ കിട്ടാതെ എനിക്ക് പോകാനാകില്ല. മുതലാളി പറഞ്ഞിട്ടുണ്ട് കടം കൊടുക്കരുതെന്ന്. എടാ, ഞാൻ കടമല്ല ചോദിക്കുന്നത്, ബാക്കി ഞാൻ ഉടനെ അവിടെ എത്തിച്ചേക്കാം. ഇല്ലമ്മേ, അമ്മ എല്ലാ തവണയും ഇങ്ങനെ പറഞ്ഞിട്ട് 2-3 മാസം കഴിഞ്ഞാണ് പൈസ തരാറുള്ളത്. എടാ മോനെ, നീ ഒന്ന് അടങ്ങ്. ഞാൻ എല്ലാ കടവും ഉടനെ തീർത്തേക്കാം. ഒരു കാര്യം ചെയ്യാം, ഞാൻ 2 സാരി ഇപ്പൊ കൊണ്ടുപോകാം. മുഴുവൻ പൈസയുമായി കഴിയുമ്പോ അത് ഞാൻ ഇവിടെ തിരികെ എത്തിച്ചു തരാം. അല്ല, നീ സാരി എല്ലാം കൊണ്ടുപോയാൽ എങ്ങനെയാ? കല്യാണമല്ലേ, സാരി ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാ? എന്താ അമ്മേ, പൈസ ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ കല്യാണം നടത്തുന്നത്? ഹലോ, ഇനി എത്ര കാശ് ബാക്കിയുള്ളത്? 4,200. ഇത് 5,000 ഉണ്ട്. അയ്യോ രാജീവ്, നീ എന്തിനാ പൈസ ഞാൻ നമ്മുടെ ഇടയിൽ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും നീ എന്റെ കാലിൽ തൊട്ടു. നമ്മൾ 2 കുടുംബക്കാർക്കിടയിൽ സംഭവിച്ചതൊന്നും നമ്മുടെ തെറ്റുകൊണ്ടൊന്നുമല്ല. ഒരു തെറ്റുമില്ല അതിൽ. സമയം മോശമായിരുന്നതുകൊണ്ടാ. അതുകൊണ്ട് നമുക്ക് പരസ്പരം മനസ്സിലാക്കാനായില്ല. നിങ്ങൾ എൻ്റെ അമ്മയോട് മോശമായി സംസാരിച്ചിട്ടുണ്ട്. അതിനുശേഷം മുത്തശ്ശി ഞാൻ നിങ്ങളുടെ കാലിൽ തൊട്ട് തൊഴുതിട്ടുണ്ടെങ്കിൽ അതിന് കാരണം നിങ്ങൾ എൻ്റെ വലിയമ്മയുടെ അമ്മയായതുകൊണ്ടാ. അല്ല മുത്തശ്ശി, എന്താ പറഞ്ഞത്? കയ്യിൽ പൈസ ഇല്ലാന്നോ? പൈസ ഇല്ലെന്നല്ല, കഴിഞ്ഞ 8 മാസമായിട്ടും പൈസയില്ല. എങ്ങനെയൊക്കെയോ വീട് കഴിഞ്ഞു പോകുന്നു.
നിന്റെ വീട്ടിൽ നിന്നും എന്ന് ഞങ്ങൾ ഇറങ്ങിയോ സന്തോഷവും അന്നു മുതൽ ഞങ്ങളിൽ നിന്ന് അകന്നുപോയി. ഞാനിതൊന്നും നിന്നോട് പറയാൻ ആഗ്രഹിച്ചതേ അല്ല. ഇല്ല മുത്തശ്ശി, പ്ലീസ്, നിങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് കയ്യിൽ വെച്ചോളൂ. ഇനിയും പൈസക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാൻ മടിക്കണ്ട. പിന്നെ ശിവാനിയുടെ കല്യാണം നന്നായി നടത്തണം. നീ എന്തിനാ എനിക്ക് ഇത്രയും പണം തരുന്നത്? ശിവാനിയുടെ കല്യാണം നടക്കാൻ നീ ആഗ്രഹിക്കുന്നില്ലല്ലോ.